ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ഡിസംബർ 3 മുതൽ ക്രിസ്മസ് കിറ്റിന്റെ വിതരണം കൂടി തുടങ്ങുകയാണ്. ഔദ്യോഗികമായി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ നാളെ തന്നെ കിറ്റ് കിട്ടും എന്നല്ല അർത്ഥം. നാളെ മുതൽ കിറ്റിന്റെ വിതരണം തുടങ്ങുകയാണ്. അപ്പോൾ റേഷൻ കടകളിൽ നാളെ മുതൽ എത്തിത്തുടങ്ങും. പല സ്ഥലങ്ങളിലെ റേഷൻ കടയിലും നവംബർ മാസത്തെ കിറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് ക്രിസ്മസ് കിറ്റ് വിതരണം തുടങ്ങുന്നത്. പല ആളുകൾക്കും ക്രിസ്മസ് കിറ്റും നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റും ഒരുമിച്ചായിരിക്കും ലഭിക്കുക. അപ്പോൾ 2 കിറ്റ് കൈപ്പറ്റാൻ സാധ്യതയുണ്ട്. 2 വ്യത്യസ്തമായിട്ടുള്ള 2 കിറ്റുകളാണ് കൈപ്പറ്റുക. രണ്ടിലും സാധനങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ മൂല്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. കാരണം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കിറ്റിൽ നിന്ന് കടലയും പയറും 250 ഗ്രാമും അതുപോലെ തന്നെ 1/2 കിലോ പഞ്ചസാരയും 1 കിലോ ആട്ടയും 1 കിലോ ഉപ്പും കുറച്ചിട്ടാണ് മറ്റ് പുതിയ കിറ്റിൽ, അതായത് ക്രിസ്മസ് കിറ്റില് പുതിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഉഴുന്ന് 1/2 കിലോ, സൂചി ഗോതമ്പ് 1 കിലോ, മുളക് പൊടി 100 ഗ്രാം ഉണ്ടായിരുന്നത് 250 ഗ്രാം ആക്കി. അതുപോലെ തന്നെ 1/4 കിലോ ചായപ്പൊടിയും 2 മാസ്കുമാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വില നിലവാരം വെച്ച് നോക്കിയാൽ ആദ്യം ലഭിച്ച അതേ കിറ്റ് തന്നെ ഇങ്ങനെ ലഭിക്കുന്നുള്ളൂ. ക്രിസ്മസ് കിറ്റ് എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് വിതരണം ചെയ്യാന്ന് മാത്രം. പക്ഷെ ഭക്ഷ്യ കിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഭക്ഷ്യ കിറ്റിൽ മാസ്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന് പകരമായിട്ട് ആ മാസ്കിന്റെ വിലക്ക് വേറെ വല്ല ഭക്ഷ്യ സാധനങ്ങളും ലഭിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ 88 ലക്ഷം ജനങ്ങൾക്ക് വലിയ ഉപകാരം ആയേനെ. മാസ്ക് ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉള്ള സാധനമാണ്. അത് വെച്ച് നടക്കുന്ന ആളുകളാണ്. ഈ മാസ്ക് ഈ ഭക്ഷ്യ കിറ്റിൽ തിരികെ കയറ്റിയത് അത്ര ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് എന്ന് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നാളെ മുതലാണ് ഇതിന്റെ ഒരു വിതരണം നടക്കുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഇനി നമുക്ക് ഈ കിറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതും നോക്കാം. നാളത്തെ കിറ്റിൽ നമുക്ക് ക്രിസ്മസ് കിറ്റിൽ ലഭിക്കാൻ പോകുന്നത് 1/2 കിലോ പഞ്ചസാര, 1/2 കിലോ ചെറുപയർ, 1/2 കിലോ കടല, 1/2 കിലോ ഉഴുന്ന്, 1 കിലോ സൂചി ഗോതമ്പ്, 250 ഗ്രാം ചായപ്പൊടിയും 250 ഗ്രാം മുളക് പൊടിയും 250 ഗ്രാം തുവരപ്പരിപ്പും, 1/2 ലിറ്റർ വെളിച്ചെണ്ണയും, 1 തുണി സഞ്ചിയും, 2 മാസ്കും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.